ഭാരത സംസ്കൃതിയുടെ അടിസ്ഥാനം ആഴമേറിയ ഈശ്വര അവബോധത്തിലും ഈശ്വര അന്വേഷണത്തിലുമാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും നയിക്കണമേ എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. മനുഷ്യപ്രകൃതിയെ സൂക്ഷ്മമായി വിലയിരുത്തിയവരെല്ലാം എത്തിച്ചേരുക ആഴമേറിയ ദൈവിക അവബോധത്തിലാണ്. മതങ്ങളുടെ ഈറ്റില്ലം ആർഷഭാരതം എന്നൊക്കെയാണ് ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത്. ആ പൈതൃകത്തെ തകർക്കുന്ന രീതിയിൽ മതദേശീയതയ്ക്ക് ശക്തി പകരാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നെങ്കിലും മതേതരത്വം ഭാരതത്തിന്റെ ആത്മാവിൽ വളരെയധികം ലയിച്ചു ചേർന്നിട്ടുണ്ടെന്നതിൽ സംശയമില്ല. ആ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയും നമുക്കുണ്ട്. എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടുള്ള ഒരു ഭരണഘടന. എന്നാൽ ജനാധിപത്യ ഭരണക്രമത്തിന്റെ പേരിൽ ത്തിലേറുന്നവർ എല്ലാ രംഗങ്ങളിലും കടന്നുകയറി മേൽക്കൊയ്മ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണ് നാം എവിടെയും കാണുന്നത്. നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും മാത്രമല്ല, ഭാരതത്തിന്റെ ദേശീയ നേതാക്കളെ പോലും മാറ്റിയെഴുതുന്ന തിരക്കിലാണ് ചിലർ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കവിവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മതവിശ്വാസത്തിന്റെ പുതിയ പാഠങ്ങൾ രചിക്കുകയാണ് മറ്റു ചിലർ. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പരാതിപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും അവസരം കിട്ടുമ്പോഴൊക്കെ മതവിശ്വാസങ്ങളിൽ ഇടപെടുന്നതും മതമില്ലാത്ത ജീവൻ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നതും നാം ദർശിച്ചിട്ടുള്ളതാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിജ്ഞാന കൈരളിയിലൂടെ നിരീശ്വര ചിന്തകൾ പകർന്നു നൽകാനാണ് പ്രത്യയശാസ്ത്ര പ്രവാചകരുടെ പുതിയ ശ്രമം. കുമ്പസാരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി അലറി വിളിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ സർക്കാർ പ്രസിദ്ധീകരണം ചെയ്തു പോയ തെറ്റുകൾക്ക് പൗരോഹിത്യമാണ് കുമ്പസാരിക്കേണ്ടതെന്നാണ് വാദിക്കുന്നത്. സ്ത്രീ ശരീരം ഒരു ഭോഗവസ്തുവാണെന്ന് കരുതുന്നെങ്കിൽ ഇനി മുതൽ ഒരു സ്ത്രീയും ആരുടെ മുൻപിലും കുമ്പസാരിക്കരുതെന്നും ഈ മാസിക ആവശ്യപ്പെടുന്നു. മതങ്ങളെയും പൗരോഹിത്യത്തെയും ശത്രുപക്ഷത്ത് കാണുന്ന ചില പ്രത്യയശാസ്ത്രക്കാർ പൗരോഹിത്യ സംവിധാനം തകർത്താൽ മതസമൂഹങ്ങളെ തകർക്കുക എളുപ്പമാണെന്ന് കരുതുന്നു. കുമ്പസാരിക്കുന്ന പുരുഷൻ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന വിജ്ഞാന കൈരളിയുടെ മുഖപ്രസംഗം കുമ്പസാരിക്കുന്ന സ്ത്രീകളെല്ലാം പീഡിപ്പിക്കപ്പെടുകയാണെന്ന് പറയാതെ പറയുന്നു. ഈ മാസികയുടെ ഒക്ടോബർ ലക്കത്തിലും ഇതിന് സമാനമായ പരാമർശങ്ങളുണ്ട്. തിരുവസ്ത്രത്തിനുള്ളിലും പർദ്ദയ്ക്കുള്ളിലും തേങ്ങുന്ന ഹൃദയങ്ങളാണെന്നും ഉമിത്തി പോലെ നീറുന്ന ഈ മനസ്സുകൾ അനുയോജ്യമായ ഇന്ധനം കിട്ടിയാൽ ആളിപ്പടരുമെന്നും ആ അഗ്നിയിൽ തിരുവസ്ത്രവും പർദ്ദകളും കത്തിച്ചാമ്പലാകുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ വർഗീയ സംഘടനകളുടെയോ പ്രസിദ്ധീകരണമല്ല ഇതെന്ന് നാം ചിന്തിക്കണം. സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനും സാംസ്കാരിക വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക ജേണൽ എന്ന അവകാശപ്പെടുന്ന പ്രസിദ്ധീകരണത്തിന്റെ മുഖ്യ പത്രാധിപരായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ എഴുതിയ മുഖപ്രസംഗത്തിലാണ് ഈ വരികൾ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 1700-ൽ പരം NSS നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ 10,000-കണക്കിന് വിദ്യാർത്ഥികളിൽ എത്തുന്നതാണ് ഈ പ്രസിദ്ധീകരണം. കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഈ പുസ്തകത്തെ അധികരിച്ച് സ്കൂൾ, ഉപജില്ല, ജില്ലാതല മത്സരങ്ങളും നടത്തപ്പെടുന്നു എന്നുള്ള കാര്യവും ഭീതിയോടുകൂടി നാം ചിന്താവിഷയമായി കരുതേണ്ടതുണ്ട്. അടുത്ത കാലത്ത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കുമ്പസാരം ഉൾപ്പെടെയുള്ള കൂദാശകൾക്കും സമർപ്പിതർക്കും എതിരെ പ്രചരണങ്ങൾ നടക്കുന്നതിനിടെ ഒരു സർക്കാർ പ്രസിദ്ധീകരണം തന്നെ ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചില സങ്കുചിത വർഗീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുമ്പസാരം നിരോധിക്കണമെന്ന ശുപാർശയുമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരം നീക്കങ്ങൾ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതും ഭരണഘടനയുടെ 25-ാം അനുച്ഛേദനം ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമാണ്. വിശ്വാസികൾക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ആരാധനാ സ്വാതന്ത്ര്യവും കൂദാശ അനുഷ്ഠാനത്തിനുള്ള സ്വാതന്ത്ര്യവും. സഭയെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരം എന്നത് അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും കൂദാശയാണ്. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ കുമ്പസാരക്കൂടുകൾ കർത്താവിന്റെ കാരുണ്യം കണ്ടുമുട്ടാൻ സഹായിക്കുന്ന ഇടങ്ങളാണ്. നല്ല ഇടയന്റെ ദൗത്യം നിർവഹിക്കുന്ന കുമ്പസാരക്കാരൻ പാപങ്ങളിൽ വ്യക്തിപരമായ വിധിതീർപ്പ് കൽപ്പിക്കുകയല്ല, മറിച്ച് മിശിഹായുടെ അനന്തമായ ക്ഷമയുടെ ശുശ്രൂഷകനാവുകയാണ് ചെയ്യുന്നത്. കുമ്പസാര രഹസ്യം ആലംഘനീയമാണ്. സ്വജീവൻ ബലികഴിച്ചു പോലും കുമ്പസാര രഹസ്യം കാത്തുസൂക്ഷിച്ച രക്തസാക്ഷികളുടെ പാരമ്പര്യം സഭയ്ക്കുണ്ട്. കുമ്പസാരത്തിന്റെ പൗത്രതയെ ലാഘവ ബുദ്ധിയോടുകൂടി കണ്ട ഏതെങ്കിലും ഒരു ഓർത്തഡോക്സ് സഭാ ശുശ്രൂഷകനെ ചൂണ്ടിക്കാട്ടി ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും കൃപയുടെ കുളിർമഴ ലഭിക്കുന്ന ഒരു കൂദാശയെ അവഹേളിക്കരുത്. മാസികയുടെ ഇതേ ലക്കത്തിൽ പൊളിച്ചെഴുത്തിന്റെ ദീപ്തവചനങ്ങൾ എന്ന പേരിൽ വിനു എബ്രാഹിം എഴുതിയിട്ടുള്ള നോവൽ
പഠനത്തിന്റെ ലക്ഷ്യവും ക്രൈസ്തവ വിശ്വാസങ്ങളെയും വിശുദ്ധ ബൈബിളിനെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ്. പഴയ നിയമ കഥകളിലെ ചില ഭാഗങ്ങൾ തിരഞ്ഞുപിടിച്ച് അവതരിപ്പിക്കുകയും അതിന് സഹായകമാകും വിധം വിജയൻ കോടിയേരി രചിച്ച സോദോം പാപത്തിന്റെ ശേഷപത്രം എന്ന നോവലിനെ കൂട്ടുപിടിച്ചിരിക്കുകയുമാണ്. നോവലിനെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ നിരവധിയിടങ്ങളിലാണ് സഭയുടെ അതിർവരമ്പുകൾ പോലും ലംഘിച്ചിരിക്കുന്നത്. കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്കിടയിൽ അധിക വായനയ്ക്ക് സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന ഈ പുസ്തകത്തിലെ ലേഖനത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവസാന വരികളിൽ കുറിക്കുന്നുണ്ട്. ഹൈന്ദവ, ഇസ്ലാമിക, ക്രൈസ്തവ ഭൂമികകളിലെല്ലാം തന്നെ ഇതുപോലുള്ള പൊളിച്ചെഴുത്തലുകൾ ആവശ്യമാണെന്നും ഇതിന് തടയിടുന്നവരെ എഴുത്തുകൊണ്ട് തന്നെ പ്രതിരോധിക്കണമെന്ന ആഹ്വാനവുമുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം സംബന്ധിച്ച് വിവാദങ്ങളുണ്ടായപ്പോൾ വിജ്ഞാന കൈരളിയിലൂടെ വാദങ്ങളെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യ പത്രാധിപർ സ്വീകരിച്ചത്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളിൽ നല്ലൊരു ഭാഗം കുമ്പസാരം എന്ന ആചാരം അംഗീകരിക്കാത്തവരാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. കത്തോലിക്കിന് കുമ്പസാരം ആചാരമല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയായ കൂദാശകളിൽ ഒന്നാണ്. പരാതി ഉന്നയിച്ചത് മതാടിസ്ഥാനത്തിലുള്ള അധ്യാപക സംഘടനയാണെന്ന് പറഞ്ഞ അദ്ദേഹം വിജ്ഞാന കൈരളിയിലൂടെ ഓഗസ്റ്റ് ലക്കത്തെക്കുറിച്ച് ഇപ്പോൾ എന്തിന് പരാതി പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓഗസ്റ്റിൽ കേരളത്തിലുണ്ടായ സമാനതകളില്ലാത്ത പ്രളയത്തെ തുടർന്ന് വൈകിയാണ് പുസ്തകം കുട്ടികൾക്ക് വിതരണം ചെയ്തത് എന്നത് അദ്ദേഹം മറച്ചുവെക്കുകയാണ്. ഈ വിവാദങ്ങളെക്കുറിച്ചുണ്ടായ വ്യാപകമായ പ്രതിഷേധങ്ങളെ സർക്കാരും സാംസ്കാരിക വകുപ്പും കണ്ടിട്ടില്ലെന്ന് നടിക്കുന്നു. ഇത് അതീവ ഖേദവും പ്രതിഷേധാത്മകവുമാണ്. ഭാരതം പോലെ ആധ്യാത്മികതയിൽ അടിസ്ഥാനമുള്ള ഒരു സംസ്കാരത്തിൽ മതനിരപേക്ഷതയെ സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി അംഗീകരിക്കുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്ത് വിദ്യാഭ്യാസം പോലെ പരമപ്രധാനമായ പ്രക്രിയയിലൂടെ മതങ്ങളെയും വിശ്വാസത്തെയും അധിക്ഷേപിക്കുന്നത് ഭാരത സംസ്കാരത്തിലും ഭരണഘടനയിലും നടത്തുന്ന കടന്നുകയറ്റമാണ്. ഈ പ്രവണത ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്.